റംസാൻ മാസവും അമിതവണ്ണത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളും. ഇപ്പോൾ വളരെ പ്രചാരത്തിലുള്ള അമിതവണ്ണത്തിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകളാണ് ഓസംബിക്, വിഗോവി, മോഞ്ചാരോ എന്നിവ. വളരെ ഫലപ്രദമായി വണ്ണം കുറയ്ക്കാൻ പറ്റുന്ന ചില ഉപാധികളാണത്. നല്ല എഫക്റ്റ് ഉണ്ട്. പക്ഷേ ഈ തരത്തിൽ മരുന്നെടുക്കുന്ന പലർക്കും മനസ്സിൽ തോന്നുന്ന ഒരു ആശങ്കയാണ്, ഞാൻ ഈ മരുന്നെടുക്കുമ്പോൾ എനിക്ക് ഈ പുണ്യമാസത്തിലെ വ്രതം നോക്കാൻ പറ്റുമോ എന്നുള്ളത്. തികച്ചും സുരക്ഷിതമായിട്ടുള്ള ഒരു മരുന്നാണ്. ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്നത് ഈ തരത്തിൽ മരുന്ന് എടുക്കുന്നവർക്ക്, ഈ അമിതവണ്ണത്തിന് ആൻറ്റി ഒബീസിറ്റി മെഡിക്കേഷൻസ് എടുക്കുന്ന പലരിലും ഹൈപ്പോഗ്ലൈസീമിയ അഥവാ ഷുഗർ താഴ്ന്നു വരുന്നതിനുള്ള സാധ്യത നോമ്പ് കാലത്ത് മറ്റുള്ളവരെക്കാട്ടിലും കുറച്ചുകൂടെ കുറവാണ്. വിശപ്പ് നിയന്ത്രിക്കാനും അനുയോജ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനും ഇത് സഹായിക്കുകയും ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു 4 തൊട്ട് 6 ആഴ്ച മുന്നേ നിങ്ങളുടെ ഡോക്ടറെ കണ്ട്, ഞാൻ നോമ്പ് എടുക്കാൻ പോകുന്നുണ്ട്, ഇതിനെന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണോ, എൻ്റെ ആഹാര ക്രമീകരണം എങ്ങനെ വേണം എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി തന്നെ പോകണം. കാരണം ഇഫ്താർ സമയത്ത് അല്ലെങ്കിൽ നോമ്പ് തുറക്കുമ്പോൾ അമിതമായി ആഹാരം കഴിക്കാനുള്ള ഒരു പ്രവണത പലർക്കും ഉണ്ടാവും. അത് ചിലപ്പോൾ ഈ മരുന്ന് എടുക്കുന്നവർക്ക് കുറച്ച് ഒരു വയറിന് ബുദ്ധിമുട്ടുകൾ പോലെ വരാനൊരു നേരിയ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ തീർത്തും അവോയ്ഡ് ചെയ്യണം. പിന്നെ അതുപോലെ നോമ്പ് തുറന്നിരിക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ കൃത്യമായ കാലയളവിൽ വിട്ട് ചെറുതായി ആഹാരം കഴിക്കാനും വെള്ളം കുടിക്കുവാനും ഡീഹൈഡ്രേഷൻ വരാതിരിക്കാനുമുള്ള ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായും സേഫായിട്ട് നമുക്ക് സുരക്ഷിതമായി എടുക്കാൻ പറ്റുന്ന മരുന്നാണ് നോമ്പ് കാലത്ത്. അതിൽ ദോഷമില്ലെന്ന് മാത്രമല്ല, നോമ്പിനെ നേരിടാനും അതിൽ ആ സമയത്ത് ഉണ്ടാകുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ നേരിടാൻ സഹായിക്കുന്ന മരുന്നുകൾ കൂടിയാണ്. പക്ഷേ കൃത്യമായ തയ്യാറെടുപ്പുകൾ വേണം. 4 തൊട്ട് 6 ആഴ്ച മുന്നേ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് സംസാരിച്ച് അതും ചിട്ടപ്പെടുത്തണം.